ഹലോ ഗൈസ്, അഭിരാമിയുടെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ നേരെ ഇതിൻ്റെ അടുത്തേക്ക് പോയത്. അടിപൊളി സംഗതിയാണ്. ഞാൻ മുമ്പ് പോയിട്ടുണ്ട്, ഉട്ടോപ്പിയ. നീ ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ പറഞ്ഞുകൊണ്ട് ആരും വരരുത്, എനിക്കിതിൻ്റെ മീനിങ് ഒന്നും അറിയത്തില്ല. അവിടെ കാന്താരി കപ്പ കിട്ടുമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങാൻ പോയതാണ്. സംഭവം ഉണ്ടല്ലോ, പൊളി എന്ന് പറഞ്ഞാൽ പൊളി. ഇത് ഇല പൊള്ളിച്ചതാണ്. അതിന് എന്തൊരു പേരൊക്കെ പറയുന്നുണ്ടോ, എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. പക്ഷേ ഈ ഒരു സാധനം ഉണ്ടല്ലോ, അടാ റൈറ്റോ എന്ന് പറഞ്ഞാൽ കിട്ടുക്കാച്ചി സാധനം, ഒന്നും പറയില്ല, ചാൻസേ ഇല്ല. പിന്നെ ആംബിയൻസ് അത് പോയി നോക്കിയാലേ അറിയുള്ളൂ. കായലിൻ്റെ അരികത്ത് അത്രയും സൂപ്പറായിട്ടൊരു കാം ആൻഡ് ക്വയറ്റ് പ്ലേസ്. കുട്ടികളൊക്കെ ആയിട്ട് വന്നാൽ ശരിക്ക് നന്നായി, ഫാമിലി കുട്ടികൾ ഇതിനൊക്കെ ശരിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഏരിയ തന്നെയാണ്. സൂപ്പർ സ്ഥലം. പിന്നെ ഇതിൻ്റെ മുകളിലേക്കൊക്കെ ഉണ്ട് കേട്ടോ, ഒത്തിരി ഭംഗിയാണ്. പ്രകൃതി രമണീയമായ ഒരു ഏരിയ, പ്രകൃതിയോട് ഇണങ്ങി ചേർന്നിരുന്നു കൊണ്ട് സൂപ്പർ ഫുഡ് കഴിക്കണോ, അത് ഉട്ടോപ്പിയ. പേരാണ് കിട്ടാത്തത്. ഏതായാലും പോയതിൽ നഷ്ടമില്ല. പൊളി സാധനം എന്ന് പറഞ്ഞാൽ പൊളി സാധനം, ഒന്നും പറയാനില്ല. അതവിടെ എല്ലാ ഫുഡും അങ്ങനെയാണ് കേട്ടോ. ഏത് ഫുഡ് എടുത്താലും എനിക്ക് കംപ്ലയിൻ്റ് ഒന്നുമില്ല. ആ വാഴ ഇല പൊരിച്ചതില്ലേ, അത് മാത്രമേ ഉള്ളൂ എനിക്ക് ഇതുവരെ മനസ്സിലാകാത്തത്. സ്വീറ്റാണോ വേറെ ഏതൊരു ഇതാണോ? എന്തായാലും എൻ്റെ മക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ വാഴയില പൊരിച്ചതാണ്. അത് വാഴയിലയല്ല, അതിന് വേറൊരു പേരുണ്ട്. സ്പിനാച്ച് എന്ന് പറയുന്ന ഒരു ഇല പൊരിച്ച് തരുന്നതാണ്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ എനിക്കത് അത്ര പോരാ, കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. അവരവിടെ പോയി ആദ്യം ഓർഡർ ചെയ്യുന്നത് പൊട്ടറ്റോ ഫ്രൈസും ഇതും, പിന്നെ കുറേ മൊജിറ്റോ ലെവലുള്ള കുറേ ജ്യൂസ് ഐറ്റംസും ഉണ്ട്. ആകെ മൊത്തം ടോട്ടൽ സൂപ്പർ ആംബിയൻസ്. എല്ലാവരും പോകണം. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെന്ന് തോന്നി. നിങ്ങൾക്കറിയാമല്ല, ഞാൻ ചുമ്മാതെ ഒന്നും ആരെയും ബൂസ്റ്റപ്പ് ചെയ്യത്തില്ലാന്ന്. ഞാൻ കഴിച്ച് എനിക്ക് തന്ന എല്ലാ ഫുഡും സൂപ്പറായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. സൂപ്പർ എന്ന് പറഞ്ഞാൽ കിഡിലൂസ്ക്ക് എവിടെ പോയാലേ അറിയുള്ളൂ. ബർത്ത്ഡേ പാർട്ടിയൊക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. എറണാകുളത്ത് തിരക്കുകളിൽ നിന്നൊക്കെ മാറി കുറച്ച് കംഫർട്ട് ആകാൻ പറ്റിയ നല്ലൊരു ഏരിയ. ബർത്ത്ഡേ പാർട്ടി, അതുപോലെ തന്നെ വിവാഹ വാർഷികം, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ആഘോഷിക്കാൻ പറ്റിയ ഒരു ഏരിയയാണ്. നന്നായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്, ക്ലീൻ, ടൈഡി, സൂപ്പർ. പാർക്കിങ്ങിൻ്റെ കാര്യത്തിലും പ്രശ്നമില്ല. കുറച്ച് അപ്പുറത്തോട്ട് മാറി ഒരിടത്ത് ഒരു പാർക്കിങ്ങും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇത് ചെറിയൊരു കുളമാണ് അവിടെ. ആകെ മൊത്തം നല്ല ഇതാണ്. പിന്നെ നമുക്ക് സാധാരണ ഇങ്ങനെ ഒരു വെള്ളം അടുത്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇൻസെക്ട്സിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു. പ്രൈവസി ഭയങ്കരമായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് അവിടുത്തെ സർവീസ് അത് എടുത്തു പറയണം. നല്ല കുട്ടികളാണ്. നമ്മളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് അവർ നമ്മളോട് തന്നെ സജസ്റ്റ് ചെയ്യും, ഈ ഫുഡ് നന്നായിരിക്കും, ഇത് നന്നായിരിക്കും, ഇത് നല്ല സൂപ്പറായിരിക്കും എന്നുള്ളത്. പിന്നെ വന്നിട്ടുള്ള ഡിസ്റ്റർബൻസോ ഒരു ഹറിബറി അങ്ങനത്തെ ഒന്നുമില്ല. സോ ജസ്റ്റ് പോയി നോക്കിയാൽ മാത്രമേ മനസ്സിലാവൂ. ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് ഒന്ന് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ശരിക്കുള്ള എക്സ്പീരിയൻസ് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ എന്തായാലും ഇതിൻ്റെ ശരിക്കുള്ള പേര് ഞാൻ പറയുമ്പോൾ ശരി, ഞാൻ ഒട്ടോപ്പിയ എന്ന് പറയുമെങ്കിലും അതിൻ്റെ ശരിക്കുള്ള പേര് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. ഒരു മസ്റ്റ് ട്രൈയും മസ്റ്റ് വാച്ച് ചെയ്യേണ്ട സ്ഥലവുമാണത്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. സൗകര്യങ്ങളൊക്കെ പെർഫെക്റ്റ്ലി ഒരു ചെയ്തു വെച്ചത്. അതാണ് കഫേ ഉട്ടോപ്പിയ എന്ന പേര്. അപ്പോൾ ഇനി ഞാൻ പിൻ ചെയ്യണ്ടല്ലോ, ഓൾറെഡി ഉണ്ടല്ലോ. സൂപ്പർ.